ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ 3 പേരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അതൊരു ഗെയിമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് ഇവർക്ക് 2 പേർക്ക് ആർക്കാണ് കൂടുതൽ അറിയാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഞാനിത് ഒരു ഡയറി എടുത്തിട്ടുണ്ട്, ഇവർ 2 പേരും ഓരോ നോട്ട്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. പറയട്ടെ, എന്റെ ഡയറി ആരും നോക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം, മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. കഴിഞ്ഞ പറയണേ. കഴിഞ്ഞോ? രണ്ടും തെറ്റാണ് ഗൈസ്. ഇവിടെ ബബ്ലിന്നും ഇവിടെ സ്റ്റിക്കേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടും തെറ്റാണ്. എനിക്ക് ഗാലക്സിയാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും 0. അടുത്തത്, എന്റെ 5 ഫ്രണ്ട്സിന്റെ പേര് എഴുതോ. എന്റെ 5 ഫ്രണ്ട്സിന്റെ പേര് ഏതാണെന്ന് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു അറിവുണ്ട്. എനിക്ക് അറിയുമെന്നറിയില്ല, ഇവർക്ക് അറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. നോക്കണം. നമുക്ക് ഫസ്റ്റ് 5 ഫ്രണ്ട്സിന്റെ പേരാണ്. നീ 5 എഴുതി. നമുക്ക് വിധുവിന്റെ നോക്കാം. അവള് 2 എഴുതിയിട്ടുള്ളൂ ഗൈസ്. അപ്പൊ വിധു എഴുതിയിരിക്കുന്നത് അനുഷ, അനാമിക, ധന്യശ്രീ, അഭിശ്രീ, ശ്രീകുട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ വിധുവിന് 1 മാർക്ക് ഉണ്ട് ഗൈസ്. വിധുവിന് 1 മാർക്ക് ഇതല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് വൈഷുവിന് നോക്കാം. വൈഷു അനുശ്രീനും അനുഷാനാണ് 2 ഫ്രണ്ട്സിന്റെ പേര് എഴുതിയത്. സോ വൈഷുവിന് പോയിന്റ് ഇല്ല. അപ്പൊ വിധുവിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാനിപ്പോ യൂസ് ചെയ്യുന്ന പൗഡറിന്റെ പേര്. കഴിഞ്ഞോ? ഗൈസ്. അപ്പൊ വിധു ഡാസ്ലർ എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ വിധുവിന് 1 പോയിന്റ്. വൈഷു ഡാസ്ലർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഗൈസ്. വൈഷുവിനും ആദ്യമായിട്ട് 1 പോയിന്റ് ഇട്ടിരിക്കണം. അപ്പൊ വിധുവിന് ഇപ്പൊ 2 പോയിന്റ് ആയിരിക്കാണ്, വൈഷുവിന് 1 പോയിന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കളർ. അപ്പൊ ഗൈസ് വൈഷു റെഡ് ആണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ് ഗൈസ്. വിധു പിങ്ക് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വിധുവിന് 1 പോയിന്റ്. എനിക്ക് എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. വിധുവിന് 1 പോയിന്റ്, വിധുവിന് 3 പോയിന്റ്. ഗൈസ് ആര് ജയിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഗൈസ് ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കണ്ടാ. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് എഴുതി. ഗൈസ് അപ്പൊ വിധു 7th എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈഷു 7th എന്നാണ് ഗൈസ് എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് 7th ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 7th ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ 7th എനിക്ക് വരാനേ തോന്നിയിട്ടുണ്ടായില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും 7th ബട്ട് 8th വന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിട്ട് പോയിരിക്കുന്നു ഗൈസ്. അത് കാരണം എനിക്ക് 2 പേർക്കും 1 പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, മൈ ഫേവറേറ്റ് ആനിമൽ. അയ്യോ ഗൈസ് 2 പേരും കാറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അത് എനിക്കും കാറ്റാണ് എൻ്റെ ഫേവറേറ്റ് ആനിമൽ. 2 പേർക്കും വീണ്ടും ഓരോ പോയിന്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ ഫസ്റ്റ് ഡോഗ് എന്നാ വിളിക്കുന്നത്. പക്ഷെ ഡോഗ് ചെയ്തിട്ട് ചെരുപ്പും ഇതൊക്കെ കടിച്ചു വെക്കണ കാരണം പിന്നെ എനിക്ക് വേണ്ടി വന്നത് കാറ്റാണ്. അതുകൊണ്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കരുത് കേട്ടോ. ഞാൻ ജനിച്ച മാസം ഏത്?
ഓക്കെ നോക്കട്ടെ ഇത് നോക്കിക്കാം. ഞാൻ എഴുതി കഴിഞ്ഞാൽ നോക്കൂ. നോക്കൂ. Yes, guys. രണ്ടുപേരും മെയ് എഴുതിയിരിക്കുന്നത് മെയ് കറക്റ്റ് ആണ്. അപ്പൊ വീണ്ടും രണ്ടുപേർക്കും ഒരു പോയിന്റ് കൂടി കിട്ടിക്കണേ. രണ്ടുപേരും വിടാതെ പിടിക്കണം ഗൈസ്, രണ്ടുപേർക്കും. ഓക്കെ ഗൈസ്, ഇപ്പൊ ആർക്കും 0 കിട്ടുന്നില്ല ഗൈസ്. ആര് ജയിക്കുന്ന ഒരു പിടിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഇത് വാനില എന്നാണ് ഗൈസ്. അപ്പം കറക്റ്റ് ആണ്. വൈസ് ചോക്ലേറ്റ് ആണ്, തെറ്റാണ് ഗൈസ്. അപ്പൊ വീണ്ടും വിധുവിന് 1 പോയിന്റ്, വൈശുവിന് 0 ഗൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇതും കൂട്ടി എനിക്ക് എത്ര ഡയറികൾ ഉണ്ട്? ഈ ഡയറിയും കൂട്ടി എനിക്ക് ടോട്ടൽ എത്ര ഡയറി ഉണ്ട്? ഓക്കെ, വൈശ് 2 ആണ് ഇരിക്കുന്നത്, തെറ്റാണ് ഗൈസ്. വിധു 4 ആണ് ഗൈസ്. അപ്പൊ വിധുവിന് വീണ്ടും 1 പോയിന്റ്. ഇതിങ്ങനെ എങ്ങനെ അറിഞ്ഞു? ചേച്ചിന് എന്തോ ഒരു അമൃത പറഞ്ഞിട്ടൊരു ഡയറി ഉണ്ട്, പിന്നെ ഏതോ ഒരു വേറെ ഏതോ ഒരു കളർ ഡയറി. ചേച്ചി അങ്ങനെ 3 ഡയറി എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഇനി അടുത്തത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൈ ഫേവറേറ്റ് ആപ്പ്. രണ്ടുപേർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. യെസ് ഗൈസ്, രണ്ടുപേരും ഇൻസ്റ്റാൻ ആണ് ഇരിക്കുന്നത്, കറക്റ്റ് ആണ്. അപ്പൊ വീണ്ടും രണ്ടുപേർക്കും 1 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, പറയട്ടെ. ദിയൂസ് വ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ചോദ്യം ഒന്നും കൂടി പറയാം. ദിയൂസ് വ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എത്ര സബ്സ്ക്രൈബ് ഉണ്ട്? രണ്ടുപേരും തെറ്റാണ് ഗൈസ്. ഇത് എഴുതിക്കുന്ന 89, വൈശ് എഴുതിക്കുന്ന 400 സംതിങ് ആണ്. രണ്ടും തെറ്റാണ്. എനിക്കിപ്പോ 253 അങ്ങനെ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രണ്ടുപേരുടെയും ഉത്തരങ്ങൾ തെറ്റാണ്. അപ്പൊ രണ്ടുപേർക്ക് 0. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫുഡ്. മന്തി. രണ്ടുപേരും മന്തിയാണ് ഗൈസ്. ഇതിങ്ങനെ കറക്റ്റ് ആണ്. മന്തിയാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അപ്പൊ രണ്ടുപേർക്കും വീണ്ടും 1 പോയിന്റ്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. ഇത് കഴിഞ്ഞ രണ്ടുപേരുടെ ആൻസർ തെറ്റാണ്. ഇത് എഴുതിക്കുന്നത് മാംഗോ ഓർ അവക്കാഡോ എന്നാണ്. വൈശ് എഴുതിക്കുന്നത് മാംഗോ എന്നാണ്. രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ്. എനിക്ക് ഫേവറേറ്റ് റംബൂട്ടനാണ് ഗൈസ്. അപ്പൊ രണ്ടുപേർക്കും 0 പോയിന്റ്സ്. മൈ ഫേവറേറ്റ് മൂവി ആക്ടർ നെയിം. ഓക്കെ ഗൈസ്, രണ്ടുപേരും എനിക്കാണ്. നോക്കാം. ഇത് എഴുതിക്കുന്ന മോഹൻലാലാണ്. അപ്പൊ ഉത്തരം പേര് തെറ്റാണ്. വൈശ് എഴുതിക്കുന്ന വിജയ്. യെസ് ഗൈസ്, മൈ ഫേവറേറ്റ് മൂവി ആക്ടർ വിജയ് ഫാനാണ് ഗൈസ് ഞാൻ. അപ്പൊ വൈശുവിന് 1 പോയിന്റ്, വിധുവിന് 0 പോയിന്റ്. മൈ ഫേവറേറ്റ് യൂട്യൂബർ. വൈശു ഒന്നും എഴുതിയിട്ടില്ല ഗൈസ്. വിധു, ലക്ഷ്മി ഓർ യു എന്നെ തന്നെയാണ് അവൾ എഴുതിക്കുന്നത്.
എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ചട്ടമ്പീസ് ആണ് ഗൈസ്. അപ്പൊ രണ്ടുപേരുടെ ഓപ്ഷൻ തെറ്റാണ്. ഇപ്പൊ 2 പേർക്കും 0 പോയിന്റ് ആണ്. ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ചെരുപ്പിന്റെ സൈസ്. എനിക്ക് തോന്നുന്നു ഇത് 2 പേർക്കും അറിയില്ല. ചിലപ്പോ അറിയായിരിക്കും. ഇത് എഴുതിക്കുന്ന 5 വൈശു എഴുതിക്കുന്ന 6 or 7 ഗൈസ്. അപ്പൊ വിധുവിന്റെ ആൻസർ തെറ്റാണ്. വൈശുവിന്റെ ശരിയാണ്, 6 എന്റെ സൈസ്. അപ്പൊ വൈശുവിന് ഒരു പോയിന്റ്, 0 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് മേക്കപ്പ് ഐറ്റംസ്. അത് ഒരെണ്ണല്ലേ? ലിപ്സ്റ്റിക് ഓർ ഐലൈനർ. ഈ ലിപ്സ്റ്റിക് ആണ്. രണ്ടും ശരിയാണ്. അപ്പൊ 2 പേർക്ക് ഓരോ പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഡേറ്റ് ഓഫ് ബർത്ത്. ഇയർ മാത്രം മതി. ശരി, ഇയർ മാത്രം മതി. എനിക്ക് തോന്നുന്നു 2 പേർക്കും അറിയില്ല എന്നാണ്. ചേച്ചിനപ്പോ വയസ്സ് എത്രയാണ്? ഞാനും പറയാൻ പറ്റില്ല. എനിക്കറിയാം. ഒരു ഊഹം വെച്ച് ഉറക്കം വരുന്ന വേഗം എഴുതി. എനിക്കറിയാം. ഓക്കെ, കാണിക്കും. കഴിഞ്ഞോ? ഇല്ല. അയ്യോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ എങ്ങനെ പറയും? ഇയർ അല്ലേ വേണ്ട, വർഷം മാത്രമാണ്. ഈസിയാണ് ഗൈസ് വയസ്സ് പറയുന്നത്. ഇത് പറയുന്നു ടഫാണ്. സോ വാട്ട്, 2 പേർക്കും അറിയില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ശരി ഗൈസ്. എന്തായാലും ഇവരെഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളെ കമന്റ് ചെയ്യും. നോക്കാൻ വേണ്ടി എന്നെ കണ്ടിട്ട് എത്ര ഏജ് തോന്നിക്കുന്നുണ്ട് വയസ്സു? ഏജ് എഴുതിയാ മതി. അപ്പൊ ഞാനിട്ടോ ഗൈസ് 2 പേര് 2 പേര് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. ഒരാള് 2011 മെയ് ഓർ 2012 ആണ് എഴുതിയിരിക്കുന്നത്. 2011 ആണ്, കറക്റ്റ് ആണ്. ഒരാള് 2010 ഓർ 2011 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2011 ആണ്. 2 പേരുടെ കറക്റ്റ് ആണ്. ഏജ് അറിയാലോ. ശരി, ഓക്കെ. നെക്സ്റ്റ് അവര് തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് എന്റെ ഏജ് എഴുതാം. 40. 42. 14 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 പേർക്ക് ഓരോ പോയിന്റ്. അല്ല, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പോയിന്റ് ഇട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റ അക്കൗണ്ടിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് 2 ഇൻസ്റ്റഗ്രാം ഉണ്ട്. അതിൽ ഒരു അക്കൗണ്ട്, അതായത് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റയില് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇവിടെ 1000 സംതിങ് ആണ് എഴുതിയിരിക്കുന്നത്. നീ 1700 സംതിങ്. 200 സംതിങ് ഓർ 100 സംതിങ്. 2 അത് ആൻസർ തെറ്റാണ് ഗൈസ്. 1700 സംതിങ് അല്ല, തെറ്റാണ്. എന്റെ ഫസ്റ്റ് അക്കൗണ്ടിലാണ് 1700 സംതിങ് ഉണ്ട്. 1700 അല്ല, 1000 സംതിങ് ഉണ്ട്. 1200 ഒക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് അത് ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. ആ അക്കൗണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് അക്കൗണ്ടാണ് ഞാൻ ഗൈസ് ചോദിച്ചത്. സെക്കൻഡ് അക്കൗണ്ടിൽ എനിക്ക് 300 സംതിങ് ഫോളോവേഴ്സ് ഉള്ളൂ. 2 എന്റെ ആൻസർ തെറ്റാണ്. ഞാൻ അതാണ് നേരത്തെ എടുത്ത് പറഞ്ഞത്. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് 2 എന്റെ തെറ്റാണ് ഗൈസ്. അപ്പൊ 2 പേർക്കും 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്, ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. ഇത് 2 പേർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. എന്താണ്, ഞാൻ കറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ബ്രാൻഡ്, ലിപ്സ്റ്റിക് കമ്പനി ഏതാണ്?
ഓക്കെ കട്ട്. യെസ് ഗൈസ്, രണ്ടുപേരും ഡാസ്ലർ ആണ് ഇരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിന്റെ കമ്പനി ഡാസ്ലർ ആണ്. അപ്പോൾ ഇനി നമുക്ക് കൂട്ടി നോക്കാം ആർക്കാണ് കൂടുതൽ പോയിന്റ് എന്ന്. ഫസ്റ്റ് നമുക്ക് വൈഷന്റെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞാല് വിധു ആണ്. അപ്പൊ ക്ലാപ്പിംഗ്. വിധുവിന് വൈഷുവിന് 12 മാർക്കാണ്, വിധുവിന് 14 മാർക്കും. അപ്പൊ വൈഷുവിനെക്കാട്ടിലും 2 മാർക്ക് കൂടുതൽ വാങ്ങിയിരിക്കുകയാണ് വിധു. അപ്പൊ നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞാല് വിധു ആണ് ഗൈസ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ബൈ, സീ യു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.